24 വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ ഇ.പി. ജയരാജന്റെ ആത്മകഥ രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷം. പുസ്തകം ഇന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കാൻ DC ബുക്സിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ ആരോപണം. ഇ.പി. ജയരാജനെ പിന്തുണച്ച് BJPയും രംഗത്തെത്തി. ഇ.പി. ജയരാജന്റെ ആത്മകഥയിലെ വിശദാംശങ്ങൾ 24 പുറത്തുവിട്ടതിന് പിന്നാലെ ഇ.പിയുടെ വിമർശനങ്ങൾ ഏറ്റെടുത്ത് പ്രതിപക്ഷം. രണ്ടാം പിണറായി സർക്കാരിനെതിരെയും പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ പി സരിനെതിരെയും ഇ.പി ഉയർത്തിയ വിമർശനങ്ങൾ പ്രതിപക്ഷം ശരിവെക്കുന്നു. ഇന്ന് പുസ്തകം പ്രസിദ്ധീകരിക്കാതിരിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് സമ്മർദ്ദമുണ്ടായെന്നും ആരോപണം. BJPയിൽ സ്ഥാനാർത്ഥിത്വം ചോദിച്ചു പോയ ഒരാളെ CPMന്റെ സ്ഥാനാർത്ഥിയാക്കി പാലക്കാട് അവതരിപ്പിച്ചതിൽ CPMൽ കലാപമാണ് എന്ന് ഞങ്ങൾ പറഞ്ഞതിന്റെ അടിവരയാണ് ഇ.പി. ജയരാജൻ തന്റെ ആത്മകഥയിലൂടെ ഇത്തിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയെ വേട്ടയാടിയ പിണറായി വിജയന് കാലം നൽകുന്ന മറുപടിയാണ് ഇ.പി. ജയരാജൻ എന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. ഇ.പി. ജയരാജന്റെയും CPIMന്റെയും വിശദീകരണം രണ്ടു വഴിക്കാണ്. 3 ഘട്ടങ്ങളിൽ ഉമ്മൻചാണ്ടിയെ അവർ പരാമർശിച്ച് അപമാനിക്കാൻ ശ്രമിച്ചതിനുള്ള തിരിച്ചടിയാണ് ശ്രീ ഇ.പി. ജയരാജന്റെ ഈ ആത്മകഥ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പിന്നെ ഇ.പിയുടെയും അതുപോലെ തന്നെ CPMന്റെയും വിശദീകരണം തന്നെ യുക്തിസഹമല്ല. രണ്ടും രണ്ടു വഴിക്കാണ്. വിവാദത്തിൽ ഇ.പി. ജയരാജനെ പിന്തുണയ്ക്കുകയാണ് BJP. പറഞ്ഞതിൽ ഇ.പി. ജയരാജൻ ഉറച്ചു നിൽക്കണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ഇ.പി. പറഞ്ഞു വച്ചിരിക്കുന്ന കാര്യങ്ങൾ നോക്കിയാൽ അധികാരവും സമ്പത്തും ഒരു കുടുംബത്തിലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ് ഇപ്പോൾ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും വിഷയം സജീവ ചർച്ചയാക്കാനാണ് പ്രതിപക്ഷ നീക്കം. ന്യൂസ് ഡെസ്ക് 24.